എന്റെയും നിങ്ങളുടെയും ഗതികേട് അറിയാമോ? ഞാനും നിങ്ങളും ധരിച്ച ഈ വസ്ത്രത്തെ ഊരിയെടുക്കുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാണോ അല്ലേ എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരാളും നമ്മളിലില്ല. അതാണ് നമ്മുടെ ഗതികേട്. അപ്പോൾ പ്രശ്ന മനുഷ്യന്മാരായി കിട്ടുന്ന ചാൻസ് റസൂൽ പറയുന്നത് ശരി അറിയില്ലേ? സല്ലി സ്വലാത്ത മുദ്യ, നീ ലോകത്തോട് വിട വാങ്ങുന്നവൻ നമസ്കരിക്കും പോലെ നമസ്കരിക്കണം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ സാഹിത്യ ശൈലി! സുബ്ഹാനല്ലാഹ്. ലോകത്തോട് വിട വാങ്ങും ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞാൽ എന്ന് ഒരാൾക്ക് ഉറപ്പ് കിട്ടിയാൽ അയാൾ നിസ്കരിക്കുന്ന നമസ്കാരത്തിൽ എത്ര ഭക്തി ഉണ്ടാകും അല്ലേ? ഖുബൈബിനെ പോലെ, ഖുബൈബിന്റെ കഥ കേട്ടിട്ടില്ലേ? ഖുബൈബ് ഇത് ബുഖാരിയിലുള്ള സംഭവമാണ്. 8-10ഓളം സഹാബാക്കളെ ഒരു അറബി കബീലക്ക് വേണ്ടി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടപ്പോൾ അവരെ വഴിമധ്യ വെച്ചിട്ട് പിടികൂടി അവരെ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ടു. പലരും കൊന്നു. അവസാനം ഖുബൈബിനെ പിടിച്ചു. ഖുബൈബിനെ തൂക്കുമരത്തിൽ മക്കയിൽ കയറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഖുബൈബ് അറസ്റ്റിലാണ്. എന്നിട്ട് ഖുബൈബിനെ കൊല്ലാൻ വേണ്ടി ഹറമിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് ചില കഥയിൽ, ബുഖാരിയിലുള്ള ഹദീസിലല്ലാതെ ചരിത്രത്തിൽ കാണുന്നു, അമുസ്ലിങ്ങളുടെ കുട്ടികൾ മൂപ്പരടുക്കിലേക്ക് വന്നപ്പോൾ പരസ്പരം പറഞ്ഞു പോലെ അവർ, അദ്ദേഹം ശത്രുവല്ലേ, ശത്രുവിന്റെ കയ്യിൽ കുട്ടി എന്ന്. ശ്രദ്ധിക്കണം, ഇന്ന് കുട്ടികൾ, മനുഷ്യന്മാർ, ഇപ്പോൾ വലിയ ആൾ ചെറിയ ആൾ, ആണ് പെണ്ണ് വേർതിരിക്കാതെ കൂട്ടക്കൊല നടത്തി പൊട്ടിത്തെറി നടത്തി പരിചയമുള്ള യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? ഞാൻ മുസ്ലിമാണ് കേട്ടോ, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ്, നിങ്ങൾ എന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കുട്ടിയാണ് എന്നത് എനിക്കറിയാം. ഞാൻ ദ്രോഹിക്കുകയില്ല, ഞാൻ മർദ്ദിക്കുകയില്ല, ഞാൻ ആക്രമിക്കുകയില്ല. ഞാൻ ഉൾക്കൊള്ളുന്നതായ ഈ ആദർശം എന്നെ അത് അംഗീകരിക്കുന്നതല്ല.